ഇറാന്റെ സ്വാതന്ത്ര്യത്തിന് അമേരിക്ക സഹായിക്കാൻ റെഡിയാണ്. പ്രക്ഷോഭത്തിനിടെ വാഗ്ദാനവുമായി ട്രംപ്. അല്ലെങ്കിലും വാഗ്ദാനങ്ങളും പ്രഹസനവും കാണിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടം പ്രതിഷേധക്കാർക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്ക സഹായത്തിന് സന്നദ്ധമാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ എന്നത്തെക്കാളും ഉപരിയായി ഇപ്പോൾ സ്വാതന്ത്ര്യത്തിനായി ദാഹിക്കുകയാണ്. അവരെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാണെന്നും അദ്ദേഹം കുറിച്ചു. ഇറാനിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണെന്നും അതിന് പിന്തുണ നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ വലിയ പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ സൈനിക നീക്കത്തിന് ഉത്തരവിടുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് അധികൃതർ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന നടപടികൾ കടുപ്പിച്ച സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ട്രംപിന്റെ പ്രതികരണം എത്തുന്നത്. ട്രംപിന്റെ പ്രസ്താവന ഇറാൻ അമേരിക്ക ബന്ധത്തിൽ കൂടുതൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇറാൻ വലിയ കുഴപ്പത്തിലാണ്. ആരും സാധ്യമല്ലെന്ന് കരുതിയ ചില നഗരങ്ങൾ ആളുകൾ പിടിച്ചെടുക്കുന്നതായി എനിക്ക് തോന്നുന്നു. ഞങ്ങൾ സ്ഥിതിഗതികൾ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലെ പോലെ അവർ ആളുകളെ കൊല്ലാൻ തുടങ്ങിയാൽ ഞങ്ങൾ അതിൽ പങ്കാളികളാകുമെന്ന് ഞാൻ വളരെ ശക്തമായി പ്രസ്താവന നടത്തി. വേദനിക്കുന്നിടത്ത് ഞങ്ങൾ അവരെ ശക്തമായി അടിക്കും. അതിനർത്ഥം നിലത്ത് ബൂട്ടടിക്കുക എന്നല്ല, മറിച്ച് വേദനിക്കുന്നിടത്ത് അവരെ വളരെ ശക്തമായി അടിക്കുക എന്നതാണ്. അതിനാൽ അത് സംഭവിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും US പ്രസിഡന്റ് പറഞ്ഞു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, എന്നാൽ ഇറാനിൽ സംഭവിക്കുന്നത് വളരെ അവിശ്വസനീയമായ ഒന്നാണ്. ഇത് കാണാൻ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അവർ ഒരു മോശം പ്രവൃത്തി ചെയ്തു. അവർ അവരുടെ ആളുകളോട് വളരെ മോശമായി പെരുമാറി. ഇപ്പോൾ അവർക്ക് പണം തിരികെ ലഭിക്കുന്നു. അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ ഇത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പ്രതിഷേധക്കാരെ കുറിച്ച് ട്രംപ് പറഞ്ഞു. ഇറാനിലെ പ്രതിഷേധക്കാർ സുരക്ഷിതരായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതിപ്പോൾ വളരെ അപകടകരമായ സ്ഥലമാണ്. ഇറാൻ നേതാക്കളോട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ വെടിവെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞങ്ങളും വെടിവെക്കാൻ തുടങ്ങും. ജീവിത ചിലവ് വർദ്ധിക്കുന്നതിനെതിരായ പ്രകടനങ്ങളിൽ നിന്നും ഇറാനിലെ പ്രതിഷേധങ്ങൾ 1979 വിപ്ലവത്തിനു ശേഷം രാജ്യം ഭരിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അന്ത്യം ആവശ്യപ്പെടുന്ന രാജ്യവ്യാപക പ്രസ്ഥാനമായി പരിണമിച്ച സാഹചര്യത്തിലാണ് ഇത്. CNN പ്രകാരം പ്രതിഷേധങ്ങൾ അതിനുശേഷം 100-ലധികം നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ അറ്റോർണി ജനറൽ മുഹമ്മദ് മുവാഹിദി ആസാദ് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നവരെയോ അതിൽ ഉൾപ്പെട്ടവരെ സഹായിക്കുന്നവരെയോ ദൈവത്തിന്റെ ശത്രുവായി കണക്കാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാനിയൻ നിയമപ്രകാരം വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. അതേസമയം 1979 വിപ്ലവത്തിനു ശേഷം പ്രവാസത്തിൽ കഴിയുന്ന ഇറാന്റെ മുൻ കിരീടാവകാശി റസ പഹ്ലവി സിവിൽ പ്രതിരോധം തീവ്രമാക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ശനിയാഴ്ച പുറത്തിറക്കിയ സന്ദേശത്തിൽ പ്രധാന സാമ്പത്തിക മേഖലകളിലെ തൊഴിലാളികളോ പണിമുടക്കാൻ പഹ്ലവി ആഹ്വാനം ചെയ്യുകയും ടെഹ്റാനിലെ മധ്യപ്രദേശങ്ങൾ കൈവശപ്പെടുത്തുന്നതിലേക്ക് നീങ്ങാൻ പ്രതിഷേധക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പ്രധാന സാമ്പത്തിക മേഖലകളിലെ തൊഴിലാളികളോടും ജീവനക്കാരോടും, പ്രത്യേകിച്ച് ഗതാഗതം, എണ്ണ, വാതകം, ഊർജം എന്നിവയിലെ തൊഴിലാളികളോട് രാജ്യവ്യാപകമായ പണിമുടക്കുകൾ ആരംഭിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നും പഹ്ലവി പറഞ്ഞു. പൊതു ഇടങ്ങൾ തിരിച്ചുപിടിക്കാൻ ഏകോപിത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാരാന്ത്യത്തിൽ തെരുവിലിറങ്ങാൻ അദ്ദേഹം പൗരന്മാരോട് ആഹ്വാനം ചെയ്തു. ഇറാനിലുടനീളം പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ടെങ്കിലും സ്ഥിതിഗതികൾ പിരിമുറുക്കമായി തുടരുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദം, ആഗോള പരിശോധനയും ശക്തമാകുമ്പോഴും അധികൃതർ കടുത്ത പ്രതികരണത്തിന് സൂചന നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.